ഹായ് ഓൾ, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ് ഓഫ് BPR. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിനാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ്: ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ്, റീ എഞ്ചിനീയറിംഗ് ടു മെനി പ്രോസസ്സസ് അറ്റ് ദ ബിഗിനിങ്, lack of training, delay due to detailed process analysis, lack of support from employees, improper monitoring, delay in achieving result, unsatisfactory appraisal system, inability to measure improvement, lack of adequate resources, lack of employee awareness and fear of failure. ഇതിൽ 3 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ്. മൈനർ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ പ്രോസസ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് റീ എഞ്ചിനീയറിംഗ്. ഒരു ഫേമിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ ഒന്നും റീ എഞ്ചിനീയറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അൺലെസ് ഓർഗനൈസേഷൻ ഈസ് ആബിൾ ബ്രിങ് അബൌട്ട് ഡ്രാമാറ്റിക് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, ദ ഫേംസ് എഫേർട്ട് ടു റീ എഞ്ചിനീയറിംഗ് ദ പ്രോസസ് ഹാസ് ഫെയിൽഡ്. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകളെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒരു റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് അവിടെ ഫെയിലായി പോകുന്നു. Even if the firm achieves minor improvements, such a process can be implemented, but it should not be considered as re-engineering. ഒരു ഫേമിൽ മൈനർ ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും കൂടി അതൊരു റീ എഞ്ചിനീയറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. Then re-engineering too many process at the beginning. Top management of an organization may be highly interested to introduce BPR in too many processes simultaneously. ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജ്മെൻറ്റ് ഈ BPR എല്ലാ പ്രോസസ്സുകളിലും ഒരേ ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കും. A firm may be much enthusiastic about the great success stories of its competitors and try to catch up with them at the earliest. ഒരു ഫേമിൻ്റെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഇവർക്ക് ഇൻസ്പിറേഷനായി അത് തങ്ങളുടെ ഫേമിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. സച്ച് ഇനീഷ്യേറ്റീവ്സ് ആർ നോട്ടീസബിൾ, ദേ ആർ നോട്ട് പ്രാക്ടിക്കബിൾ. അത്തരം ഇനീഷ്യേറ്റീവ്സൊക്കെ ശ്രദ്ധേയമാണ്, പക്ഷേ പ്രാക്ടിക്കബിൾ അല്ല. The firm faced too many unforeseen problems which may be difficult to resolve when too many processes are taken up for re-engineering. റീ എഞ്ചിനീയറിങ്ങിന് വേണ്ടി ഒരുപാട് പ്രോസസ്സൊക്കെ ഏറ്റെടുക്കുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രോബ്ലംസിനെ അത് ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ അടുത്തത്, ലാക്ക് ഓഫ് ട്രെയിനിങ്. മേ BPR പ്രൊജക്റ്റ് വിൽ ഫെയിൽ ബിക്കോസ് ഇൻആഡിക്വേറ്റ് ട്രെയിനിങ്. ഒരുപാട് BPR പ്രൊജക്റ്റുകൾ ഫെയിലായി പോവാം, അത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കാത്തത് മൂലമാണ്. Adequate training is to be provided to members of re-engineering team to impact technical skill needed for re-engineering process. ഈ റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സിന് ആവശ്യമായ ടെക്നിക്കൽ സ്കിൽസൊക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് നൽകണം. The training should be focused at the changing the attitude of employees forwarded BPR and changes. അപ്പോൾ ഈ ട്രെയിനിങ് BPRലേക്കുള്ള എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡും മാറ്റുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടി സഹായിക്കുന്നു. താങ്ക് യു ഓൾ.